ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ആസ് എൻ ഇൻഡിവിജ്വൽ, ഒറ്റയ്ക്കൊരു മനുഷ്യന് അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു വ്യക്തിക്ക് SSLC മാത്രം പഠിച്ചിട്ടുള്ള ഒരാൾക്ക് എത്രത്തോളം വരുമാനം ഏൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് പറയാനാണ്. എൻ്റെ റവന്യൂവും കൂടി ഞാൻ അതിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒറ്റയ്ക്കൊരാൾക്ക് എങ്ങനെ ഏതെല്ലാം പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ ജെന്യുവിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്, ആ പ്ലാറ്റ്ഫോമുകൾ എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ സെയിൽ കണ്ടെത്താം എന്നുള്ള കാറ്റഗറീസും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. അപ്പോൾ ഒന്നാമതായിട്ട് പറഞ്ഞോട്ടെ, എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാനൊരു ഇൻഷുറൻസ് ഏജൻ്റാണ്. ഞാനൊരു മിൻറ്റ് പ്രോ എന്ന് പറഞ്ഞുള്ളൊരു ആപ്ലിക്കേഷനിൽ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വണ്ടികളുടെ ജനറൽ ഇൻഷുറൻസ് ഒക്കെ ഞാൻ അതിലാണ് എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഇൻഷുറൻസ് എടുത്തു കൊടുക്കുമ്പോൾ ഒരു 2 വീലറിൻ്റെ എടുത്ത് കൊടുക്കുമ്പോൾ എനിക്ക് 200 രൂപ 300 രൂപ കിട്ടും. അതേപോലെ ഒരു ഓട്ടോയുടെ ഒക്കെ എടുത്ത് കൊടുക്കുമ്പോൾ എനിക്കൊരു 500 രൂപ കിട്ടും. അതുപോലെ കാറുകൾ, അത് പല കാറ്റഗറിയാണ്. പ്രീമിയം കാർ വരുമ്പോൾ ഹയർ പേ ഔട്ടാണ്. അതേപോലെ നോർമലി ഇപ്പോൾ ഒരു 15,000 12,000 ഒക്കെ പ്രീമിയമാണ് വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വരുന്ന പേ ഔട്ട് 1,500 1,200 ആ കാറ്റഗറിയിൽ കിട്ടും. പിന്നെ വലിയ വണ്ടികളുടെയൊക്കെ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ അത് 3,000 4,000 ഒക്കെ പോകും. ഐഷർ അങ്ങനത്തെയൊക്കെ വലിയ വണ്ടികൾ വരുമ്പോൾ അത് പേ ഔട്ട് പിന്നെയും കൂടും, 7,000 8,000 ഒക്കെ പേ ഔട്ട് ആവും. പിന്നെ അത് കൂടാതെ സ്കൂൾ ബസ്സൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ റിലയൻസ് പോലത്തെ കമ്പനികൾ തരുന്ന 75% കമ്മീഷനാണ്. ഇപ്പോൾ 10,000 ആണ് പ്രീമിയം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 7,500 രൂപയാണ്. പിന്നെ മറ്റൊന്ന് പറഞ്ഞോട്ടെ, നമ്മളെല്ലാവരും ജീവിതത്തിൽ എഴുതിയിരിക്കേണ്ട മസ്റ്റായിട്ടുള്ളൊരു എക്സാം, ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ IRDAയുടെ എക്സാമാണ്. ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു 50 ക്വസ്റ്റ്യൻസ് വരുന്നൊരു എക്സാം ഉണ്ട്. കോമൺ സെൻസ് ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരു എക്സാമാണ്. അതിനൊരു ബുക്ക് ഉണ്ട്. ആ ബുക്ക് ഉപയോഗിച്ച് ഇൻഷുറൻസ് എന്താണെന്ന് പഠിക്കുക. അത് പഠിച്ചതിന് ശേഷം അതിൻ്റെ ഒരു എക്സാം ഫീ ഉണ്ട്. അത് നിങ്ങൾ ഏത് ഇൻഷുറൻസ് കമ്പനിയായിട്ടാണോ അസോസിയേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത് അവിടെ ചെന്ന് അവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കാനും ആ ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് അവരുടേതായ രീതിയിലൊരു എക്സാം ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്ത് തരും. എറണാകുളത്താണെങ്കിൽ പാലാരിവട്ടത്ത് തമ്മനത്താണ് എക്സാം എഴുതേണ്ട ഓഫീസ് വരിക. അവിടെ ചെന്ന് ഒരു 50 ക്വസ്റ്റ്യൻസ് 45 മിനിറ്റ്സ് ഉണ്ട്. ആ മിനിറ്റ്സിൽ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് എഴുതി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ റിസൾട്ടും തരും. 15 20 മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവിടെ പാസ് ഔട്ടാണ്. പാസ് ഔട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ചെയ്യാനുള്ള ലൈസൻസായി നമുക്ക് അവിടെ നിന്നൊരു പോർട്ടൽ കിട്ടും, പോർട്ടൽ ID കിട്ടും. നമുക്ക് നമ്മുടെ വീട്ടിൽ ബോർഡ് വയ്ക്കാം, നമ്മൾ ഇൻഷുറൻസ് ചെയ്യുന്നുണ്ടെന്നുള്ള ബോർഡ് വെച്ചിട്ട് നമുക്ക് ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യാം. ഹയർ കമ്മീഷനും ഹയർ പേ ഔട്ടുമാണ് ഇൻഷുറൻസിന് ലഭിക്കുന്നത്. ഈ ഇൻഷുറൻസ് ബിസിനസ് എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബർ മോഡൽ ബിസിനസ്സാണ്. നമുക്ക് ഒരു തവണ ഒരു കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞാൽ ആ കസ്റ്റമർക്ക് നമ്മൾ സർവീസ് നല്ലത് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ എന്നുള്ള വാക്ക് മാറി അത് ക്ലയൻ്റായി മാറും. ആ ക്ലയൻ്റായി മാറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആജീവനാന്ത ബിസിനസ്സാണ്. അടുത്ത തവണ റിന്യൂ ചെയ്യാനായിട്ട് അവർ നമ്മളെ തന്നെ വിളിക്കും, നല്ല സർവീസ് കൊടുത്താൽ. പിന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ ഒരു സർവീസ് മാത്രമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് സർവൈവ് ചെയ്ത് പോകാനായിട്ട്. നമ്മൾ ബാങ്കിങ് മേഖലകളിലുള്ള പ്രൊഡക്ട്സ് സെല് ചെയ്യാനായിട്ട് മറ്റ് സർവീസ് ഉണ്ട്, മറ്റ് പ്ലാറ്റ്ഫോം ഉണ്ട്. IDFC ബാങ്കിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ് മൈ ഫസ്റ്റ് പാർട്ട്ണർ. അതിൽ രജിസ്റ്റർ ചെയ്യാം, ഫ്രീ ആണ്. അതേപോലെ തന്നെ സെറ്റ് പാർട്ട്ണർ ആപ്ലിക്കേഷൻ ഉണ്ട്, ക്രെഡിറ്റ് കാർഡൊക്കെ സെല് ചെയ്യുന്നത്. വൺ കോഡ് എന്നാണ് നേരത്തെ അറിഞ്ഞിരുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് ബാങ്കിങ് പ്രോഡക്ട്സും അതേപോലെ ഒട്ടനവധി പ്രോഡക്ട്സ് അതിലും വരുന്നുണ്ട്. അതും സെല് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് ഇപ്പോൾ പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസിൻ്റെ പ്രോഡക്ട്സ് അത് പരമാവധി നല്ല രീതിയിൽ അവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിംഗ് ടെക്നിക്സ് മാത്രമല്ല, അവർ പ്രീമിയം ഒക്കെ കുറച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ റിലയൻസും ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ കൂടുതൽ ചെയ്യുന്നത് നിവ ബുപ്പയുടെ റിയഷ്യൂർ ടു ടൈറ്റാനിയം പ്ലസ് എന്നുള്ള പോളിസിയാണ് ഹെൽത്ത് ഇൻഷുറൻസിൽ. അപ്പോൾ എൻ്റെ സർവീസ് ഞാൻ ചെന്ന് കസ്റ്റമറുടെ അടുത്ത് ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് അവരുടെ അടുത്ത് സമയമൊക്കെ ചിലവഴിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്തിട്ട് ഞാൻ ഫുൾ ടൈം പ്രൊഫഷണലാണ് ഇൻഷുറൻസിൻ്റെ കേസിൽ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ സമയം കൂടുതൽ ചിലവഴിക്കുന്നത്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ടുണ്ടായ അനുഭവങ്ങളും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ നവംബറിൽ ഒരു ഇൻഷുറൻസ് പോളിസി ചെയ്തായിരുന്നു, എൻ്റെ മാമാടെ ഇൻഷുറൻസ് പോളിസി. 1,17,000 പോളിസി ആയിരുന്നു. അതിനെനിക്ക് കിട്ടിയ പേ ഔട്ട് 27,000 രൂപയാണ്. അതുകൂടാതെ പിന്നെ അന്നത്തെ ദിവസം ഞാൻ അനിൽകുമാർ എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ പോളിസിയും കൂടെ ചെയ്തായിരുന്നു. അത് 47,000 രൂപയുടെ പോളിസി ആയിരുന്നു. എനിക്ക് കിട്ടിയ പേ ഔട്ട് 10,600 രൂപയാണ്. പിന്നെ അത് കൂടാതെ ഞാൻ വണ്ടികളുടെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഞാൻ ചെയ്തത് ഞാൻ തന്നെ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ ചുങ്കത്തെ യുണീക്ക് പെട്രോളിയത്തിലെ പ്രേംദാസ് സാറിൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ ഞാൻ ചെയ്തു കൊടുത്തത് സ്റ്റാർ ഹെൽത്തിൻ്റെയാണ്. അപ്പോൾ സ്റ്റാർ ഹെൽത്തിന് ചെയ്തു കൊടുത്തു. അദ്ദേഹത്തിൻ്റെതിനും എനിക്ക് 12,000 രൂപയുടെ അടുത്ത് പേ ഔട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് പരിചയത്തിലുള്ളവരെ തന്നെ വല്ലപ്പോഴും ഒക്കെ കിട്ടിയാൽ തന്നെ നമുക്കതൊരു ലാഭമാണ്.
കാരണം ഒരു 15-20 മിനിറ്റോ അല്ലെങ്കിൽ മാക്സിമം ഒരു 3 മണിക്കൂറൊക്കെയാണ് അതിന് ചിലവാവുള്ളൂ. പക്ഷേ നമുക്ക് കിട്ടുന്ന പേ ഔട്ട് വളരെ വലുതാണ്. പിന്നെ അത് കൂടാതെ ഞാൻ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഷോപ്പിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരുടെ റിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ റിവ്യൂ കുറവാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ആ ഷോപ്പിലേക്ക് ആളുകൾ അന്വേഷിച്ച് വരാൻ സാധ്യത കുറവാണ്. ഇന്നിപ്പോൾ എല്ലാവരും ഗൂഗിളിലാണ് സെർച്ച് ചെയ്യുന്നത്. വേർ ഈസ് ദ ബെസ്റ്റ് ഷോപ്പ് നിയർ മീ എന്ന് അടിച്ചു നോക്കുന്നത്. അപ്പോൾ ആ നിയർ മീ എന്ന് അടിച്ചു നോക്കുമ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽ മുന്നിൽ വരേണ്ടത് വളരെ അനിവാര്യമാണ്. ഞാൻ ഏത് ഷോപ്പിൽ ചെന്നാലും ആ ഡീറ്റെയിൽ അടിച്ചു നോക്കും. എന്നിട്ട് അടിച്ചു നോക്കിയിട്ട് അതിലെന്തെങ്കിലും അപാകതകൾ കാണുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, നല്ല ബാഡ് കമൻറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പറയും, ചേട്ടാ നിങ്ങളിത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ബാഡ് കമൻസ് ഉള്ളതിൻ്റെ പേരിൽ നിങ്ങളുടെ സെയിൽ കുറയും. അതുകൊണ്ടിട്ട് ഇന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് സജഷൻസ് കൊടുക്കുക മാത്രമല്ല, അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും. ഈ ഗൂഗിൾ മൈ ബിസിനസ് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ നമുക്കതൊരു എൻട്രിയാണ് അവരുടെ ലൈഫിലേക്ക്. കാരണം അവരുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ അവർക്ക് വേണ്ടി സജഷൻസ് പറയുന്നത്. അപ്പോൾ ഇൻഷുറൻസ് എല്ലാം സെക്കൻഡറിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാനൊരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ എന്നുള്ള കാറ്റഗറിയിലാണ് എല്ലായിടത്തും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റേതായ ബെനിഫിറ്റ് എല്ലാ സ്ഥലത്തു നിന്നും കിട്ടുന്നുണ്ട്. പിന്നെ എല്ലാവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാനൊരു യൂട്യൂബർ അതിൻ്റെ പേരിൽ എല്ലാവരെയും യൂട്യൂബ് ചെയ്യാൻ പ്രേരിപ്പിക്കും. കാരണം നമ്മൾ മുഖ്യധാരയിൽ സംസാരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു യൂട്യൂബ് ചാനലിലെങ്കിലും സംസാരിക്കാനുള്ള ധൈര്യം വേണം. അതേപോലെ ഒരു യൂട്യൂബ് ചാനലിൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് വേണം സംസാരിക്കാനായിട്ട്. വെറുതെ ഒന്നും വായി തോന്നിയതൊന്നും വിളിച്ച് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കിപ്പോൾ എക്സ്പീരിയൻസ് കിട്ടിയതിൻ്റെ പേരിലാണ് ഞാനിങ്ങനെ സംസാരിക്കണത്. കാരണം എൻ്റെ അക്കൗണ്ടിൽ 27,000, 9,000, 10,000 ഒക്കെ വന്നിട്ടുള്ള ഡീറ്റെയിൽസ് എൻ്റെ അക്കൗണ്ടിലുണ്ട്. അപ്പോൾ എനിക്ക് സംസാരിക്കുന്നതിൽ ഒരു ആധികാരികതയുണ്ട്. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റായിട്ട് പോയിട്ട് കാര്യമില്ല. നമ്മുടെ കയ്യിൽ 20ഓളം പ്രൊഡക്റ്റ് 20ഓളം സർവീസായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ നടക്കും. കാരണം നമ്മുടെ കസ്റ്റമറിന് ഏതാണ് വേണ്ടതെന്ന് നമുക്കറിയില്ലല്ലോ. ഗ്രോസറി ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ യൂട്യൂബർ അതിൻ്റെ പേരിൽ ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എനിക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന പ്രോഡക്റ്റ് ആമസോണിൽ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഡിസ്കൗണ്ടിൽ കമ്മീഷൻ ബേസിൽ അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പലരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുക. നമ്മൾ ഒറ്റയ്ക്കൊരു വണ്ടി തുഴഞ്ഞാൽ തോനെ ദൂരം പോകില്ല എന്നൊരു സിനിമയിൽ പറഞ്ഞ പോലെ, നമ്മൾ പലരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പലരുമായിട്ട് നമ്മുടെ റവന്യൂ ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് തയ്യാറായി മാത്രമാണ് നമുക്ക് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ജോലിയല്ല, ലീഡ്സ് കിട്ടുള്ളൂ. പിന്നെ പലരുടെയും ബിസിനസ്സിൽ സഹായിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമാണ് അവർ മുഖാന്തരമായിട്ടുള്ള അവരൊരു പബ്ലിസിറ്റി, മൗത്ത് പബ്ലിസിറ്റി ത്രൂ ഉള്ള ബിസിനസ് നമുക്ക് കിട്ടുള്ളൂ. എന്തും വിട്ടുകൊടുക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിൽ മാത്രം, അതേപോലെ തന്നെ 24 മണിക്കൂർ സേവനം കൊടുക്കാനുള്ള മനോഭാവം ഉണ്ടെങ്കിൽ മാത്രം ഈ റിലയൻസിൻ്റെയും അതേപോലെ തന്നെ ഈ ഇൻഷുറൻസിൻ്റെ ഫീൽഡിലേക്ക് ഇറങ്ങിത്തിരിക്കുക. നമുക്ക് നല്ല വിജയം നേടാനായിട്ട് സാധിക്കും. ഞാൻ ഏകദേശം ഇപ്പോൾ ഇൻഷുറൻസിൻ്റെ ഫീൽഡിൽ ആക്റ്റീവായിട്ട് ഒരു 60 ദിവസത്തോളം ആയിട്ടുള്ളൂ. എനിക്കിപ്പോൾ ഒരു 60,000-70,000 അടുത്ത് അതിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഞാൻ പല പല ജോലികൾ മാറി മാറി ചെയ്യും. അതേപോലെ ഞാൻ യൂട്യൂബർ ആയതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും എല്ലാത്തിനുമായിട്ട് ഞാൻ പാട്ടുകൾ പാടും. ഈ പാട്ടുകളൊക്കെ പാടുന്നതിന് അതിനെൻ്റെ ന്യൂറോളജി അതേപോലെ സയൻസുമായിട്ട് വളരെയധികം റിലേഷൻ ഉണ്ട്. ഞാനൊരു സ്റ്റുഡൻ്റ് ആയതിൻ്റെ പേരിൽ. അപ്പോൾ സെനോ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ എന്താണെന്നും, അതേപോലെ തന്നെ ഞാൻ യോഗ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ യോഗ പഠിക്കുന്ന ഡോക്ടർ EGM നായർ എന്ന് പറഞ്ഞ ഇവിടെ കങ്ങരപ്പടിയിലുള്ള ഒരു ഡോക്ടറുടെ കീഴിലാണ് ഹോണററി ഡോക്ടറേറ്റ് നേടിയ അദ്ദേഹത്തിൻ്റെ അണ്ടറിലാണ് യോഗ പഠിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു അമേരിക്കൻ ഡിപ്ലോമ എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വേൾഡ് വൈഡ് യോഗ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഡയറ്റീഷ്യൻ്റെ കോഴ്സും അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 2 സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇൻ്റർനാഷണലി ട്രെയിൻ ചെയ്യാം. അതേപോലെ തന്നെ IBS അക്കാഡമിയിൽ ഞാനിപ്പോൾ ഒരു പഠിക്കാനായിട്ട് ട്രൈ ചെയ്തത് ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡ് മാനേജ്മെൻ്റ് ആണ്. പക്ഷേ അത് ഞാനിപ്പോൾ ഓൺലൈനായിട്ട് പഠിക്കുന്നുണ്ട് വേറെ കോഴ്സുകൾ ത്രൂ. അതുകൂടാതെ അവിടെ ഒരു ഫിസിക്കൽ ട്രെയിനിങ് കോഴ്സും കൂടെ ഉണ്ട്. ആ കോഴ്സും കൂടെ പഠിച്ച് ഇൻ്റർനാഷണലി എന്താ പറയുക ഒരു നാച്ചുറൽ ബോഡി ബിൽഡർ ടൈപ്പ് കാറ്റഗറിയും കൂടെ ഞാൻ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതിപ്പോൾ നിലവിൽ നടക്കുന്ന കാര്യമാണ്. പിന്നെ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ നിൽക്കുന്നത് നേമത്താണ്, ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലാണ്. നേമം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഇവിടെ എനിക്കൊരു വർക്ക് വന്നേക്കുന്നത് പ്രധാനമന്ത്രിയുടെ PMKYC എന്ന് പറഞ്ഞ പ്രൊജക്റ്റാണ് വന്നേക്കണത്. ആ പ്രൊജക്റ്റ് പ്രധാനമന്ത്രിയുടേതായതുകൊണ്ടിട്ടും ഞാനൊരു നാഷണൽ ലെവലിൽ ബാഡ്മിൻ്റൺ പ്ലെയർ ആവാൻ താല്പര്യപ്പെടുന്നതുകൊണ്ടിട്ടും എന്താ പറയുക ദേശസ്നേഹം, ദേശസേവനം എന്നൊക്കെ ഉള്ളൊരു കാറ്റഗറി എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടിട്ടുമാണ് ഞാൻ ഈ പ്രൊജക്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് എത്ര മാസം ഉണ്ടെന്നോ എപ്പോൾ തുടങ്ങുന്നു എപ്പോൾ അവസാനിക്കുന്നു ഒന്നും എനിക്കറിയില്ല. എന്നിരുന്നാലും ഇതിൻ്റെ ഭാഗമായിട്ട് സഞ്ചരിച്ച് എല്ലാവരുമൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് അടുത്ത എന്താ പറയുക ബാഡ്മിൻ്റൺ കോച്ചിങ്ങിനൊക്കെ പോയി നാഷണൽ ലെവലിലേക്കൊക്കെ കളിക്കാൻ. ഇത് പെട്ടെന്നൊന്നും സാധിക്കുന്ന കാര്യമല്ല കേട്ടോ.
എന്നേക്കാൾ കോമ്പറ്റേറ്റീവായിട്ടും പാഷനേറ്റായിട്ടും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എതിരെയാണ് ഞാൻ നിൽക്കണത്. അപ്പോൾ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യാനായിട്ട് എനിക്ക് ഗുരുക്കന്മാരുണ്ട്. ബാഡ്മിൻ്റണിലാണെന്നുണ്ടെങ്കിൽ രാജഗിരി ഹോസ്പിറ്റലിൻ്റെ അടുത്തൊരാളുണ്ട്, എൻ്റെ ഗുരുദേവൻ അതുൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. പിന്നെ അത് കൂടാതെ യോഗ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പതഞ്ജലി പ്രാണയോഗയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 193 സൂക്തങ്ങളുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മളെല്ലാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബിസിനസ് സ്റ്റഡീസ് നടത്തുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ നിയമത്താണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ അസോസിയേറ്റ് ചെയ്ത് ചെയ്യുന്ന സ്ഥാപനങ്ങൾ അങ്ങ് അങ്കമാലിയിലാണ്. ഒന്ന് ടീം റെഡിച്ച് അങ്കമാലി, അവിടുത്തെ വീഡിയോസിൻ്റെ പ്രൊമോ ഞാൻ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഫാക്ടറി ഔട്ട്ലെറ്റ്സുകളുടെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ട് നമുക്ക് എന്തെല്ലാം ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാത്തിനും നമ്മളെന്താ പറയുക, മൈൻഡിനെ ശരീരത്തിനെ ഷാർപ്പാക്കേണ്ടതും നല്ല ഉത്തേജനത്തോടു കൂടി വർക്ക് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഇതെല്ലാം നമ്മൾ സ്വയം സ്വാർത്ഥമായിട്ട് ചെയ്യാൻ തീരുമാനിക്കാൻ മാത്രം വിചാരിച്ച് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കില്ല. നമ്മൾ മറ്റൊരാളെ പഠിപ്പിച്ചു കൊടുക്കാനും കൂടെ തയ്യാറാവുമ്പോൾ മാത്രമാണ്, ഒരാൾക്ക് റവന്യൂ കൂടെ ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഭാഗത്തിന് നമ്മൾ അയാളെ സെറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഗുണങ്ങൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതേപോലെ നമുക്ക് നല്ല ബന്ധങ്ങളും കണക്ഷൻസും കിട്ടും. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ 2-3 പേരുടെ അടുത്ത് ഇൻഷുറൻസിനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ എൻ്റെ ഇത്താത്താനെ ഞാൻ ഇൻഷുറൻസിൻ്റെ ഏജൻ്റാക്കി മാറ്റിയേക്കാണ്. ഇത്താത്താനെ കൊണ്ട് റിലയൻസിൻ്റെ ഇൻഷുറൻസിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യിപ്പിക്കുകയാണ്. അതേപോലെ മിൻറ്റ് പ്രോയിൽ ഇൻഫോർമേഷൻസ് കൊടുത്തിട്ട് മിൻറ്റ് പ്രോയിൽ രജിസ്റ്റർ ചെയ്യിക്കുകയാണ്. കാരണം ഞാൻ ഈ ദൂരത്ത് ഇങ്ങനെ ഓടിയൊക്കെ പോകുമ്പോൾ ഒരു വണ്ടിയുടെയൊക്കെ ഡീൽ വരുമ്പോൾ നടക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഇത്താത്താനെ വിളിച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കൂടാതെ ഞാൻ യൂട്യൂബിൽ പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ ഉദ്ദേശം ഞാൻ പറയാം. നമ്മൾ പാടുന്നതിൻ്റെ പിന്നിലും പ്രവർത്തിക്കുന്നതിൻ്റെ പിന്നിലും ഓരോ സയൻസ് ഉണ്ട്. നമ്മുടെ ബ്രെയിനിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള കേപ്പബിലിറ്റി നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ തന്നെ പുഷ് ചെയ്യുമ്പോഴാണ്. അതേപോലെ എൻ്റെ സംസാരത്തിൻ്റെ ടോൺ കാര്യങ്ങൾ മാറ്റുന്നുണ്ട്. അതിനും എനിക്ക് എന്താ പറയുക, വോക്കൽ കോഡ് ട്രെയിനിങ് തരുന്ന ഒരാൾ യൂട്യൂബിലുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മൾ സംസാരിക്കുന്നു, ഒരു പാട്ട് പാടുമ്പോൾ നമ്മൾ എന്തെല്ലാം സ്കിൽസ് നേടുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ലിറിക്സ് നമ്മൾ പഠിക്കണം, അതേപോലെ രാഗം, താളം, ലയം, അതേപോലെ ഇതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ബ്രെയിനിലെ ന്യൂറോൺസ് എന്തോരം ആക്ടിവേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാമോ? അപ്പോൾ അതിൻ്റെ എല്ലാം പിന്നിൽ സയൻസും ഉണ്ട്. അപ്പോൾ ആ സയൻസും ഞാൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. കാരണം സയൻസും ഫിസിക്സും മാത്സൊക്കെ എവിടെ ഉപകാരത്തിൽ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിയന്ത്രണ ഡെയിലി ലൈഫിൽ ഇതെല്ലാം ഉപയോഗത്തിൽ വരുന്നുണ്ട്. അപ്പോൾ സ്കിൽഡായിട്ടുള്ളവർ ആ സ്കില്ല് പ്രൊമോട്ട് ചെയ്യാൻ നോക്കുക, അവനവനീ തന്നെ. മറ്റുള്ളവരുടെ മുമ്പിൽ പാടാനല്ല ഞാൻ പറയുന്നത്, അവനവനോട് തന്നെ പാടാൻ, മൂളിപ്പാട്ട് പാടാൻ. അതിങ്ങനെ യൂട്യൂബൊക്കെ ത്രൂ റെക്കോർഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കമൻസ് കിട്ടും. നല്ല കമൻസ് ആയിരിക്കും, ചിലപ്പോൾ ബാഡ് കമൻസ് ഉണ്ടാവും. ബാഡ് കമൻസ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള നല്ല ഉപദേശങ്ങളായിട്ട് നമ്മൾ കാണണം. അപ്പോൾ അങ്ങനെ അതെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. പിന്നെ നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരാൾക്കെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുക. ഈ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ മൂല്യമില്ലാത്ത കാര്യങ്ങളല്ല, മൂല്യവത്തായിട്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ മൂല്യവത്തായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഇതേപോലെ റവന്യൂ കിട്ടുന്ന കാര്യങ്ങൾ. ഇൻഷുറൻസ് നല്ല റവന്യൂ കിട്ടുന്ന കാര്യങ്ങളാണ്. ഞാനതെല്ലാവർക്കും നല്ല എന്താ പറയുക, മനസ്സറിഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കും. ഏത് പാതിരാത്രി വിളിച്ചാലും അവർക്ക് എല്ലാവർക്കും ഞാൻ സഹകരണവും കൊടുക്കും. അപ്പോൾ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ, എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ അതെല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കോഴ്സ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ഇപ്പോൾ പഠിക്കുന്ന ഈ കോഴ്സ് എവിടെയാണെന്നുള്ളതും എന്താ പറയുക, കങ്ങരപ്പടിയിലാണ് ഈ കോഴ്സ് വരുന്നത്. ഡോക്ടർ EGM നായരാണ് ഈ കോഴ്സ് ഹോൾഡ് ചെയ്യുന്നതും അതിൻ്റെ സിലബസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതും അക്രഡിറ്റ് ചെയ്തിട്ടുള്ളതും അദ്ദേഹമാണ്. അമേരിക്കൻ ലെവൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിപ്ലോമയാണ് തരുന്നത്. അപ്പോൾ ആ കോഴ്സിന് വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ബിസിനസ് അവസരങ്ങളും തരുന്നുണ്ട്. അപ്പോൾ എനിക്കത് ചെയ്യാനായിട്ട് ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഞാനിതൊക്കെ എന്താ പറയുക, നിലനിർത്തി നിൽക്കുക മാത്രമല്ല എല്ലാവരിലേക്കും അറിയിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക, കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടെങ്കിൽ അവർ ഇൻഷുറൻസ് ചെയ്യട്ടെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരെന്നെ വിളിക്കട്ടെ, ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കാം. അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്ത് കൊടുക്കാം. പിന്നെ ബുദ്ധിമുട്ടായിരിക്കും, കാരണം എന്താ, എങ്ങനെ കസ്റ്റമറെ കിട്ടും എന്നുള്ളത്. ആ കസ്റ്റമറെ കിട്ടാനുള്ള രീതിയാണ് ഞാൻ പറഞ്ഞത്. ഗൂഗിൾ മൈ ബിസിനസ് പഠിച്ചു കഴിഞ്ഞാൽ കസ്റ്റമറെ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. എനിക്ക് കിട്ടുന്നുണ്ട്, ഞാനത് ചെയ്യുന്നുമുണ്ട് മനോഹരമായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പരാജയപ്പെടുകയാണ് പറ്റണില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ജോലികൾ വേറെ ഉണ്ട്, എന്നെ വിളിച്ചാൽ മതി. ഞാൻ ജോലികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരാം. എൻ്റെ നമ്പർ അബൌട്ട് പേജിലുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഇത് കേട്ടിരുന്നവർക്ക് എൻ്റെ ശുഭദിനം ഞാൻ നേരെയാണ്. പക്ഷേ ഇന്നത്തെ ദിവസം വളരെ സങ്കടകരമായൊരു ദിവസം കൂടിയാണ്. എല്ലാവർക്കും അറിയാം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്. ഇന്ന് ദിവസം നമ്മുടെ രാഷ്ട്രപിതാവിനൊരു അപകടം പറ്റിയ ദിവസം കൂടിയാണ്. അപ്പോൾ എല്ലാവരും അതും കൂടെയൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഞാൻ. ഓക്കെ, ഇറ്റ്സ് മീ ഷാഹിദ് സൈനിങ് ഓഫ്.
ഗുഡ് ബൈ.